ഈ പാപ്പായിക്ക് ചേട്ടൻ കൊണ്ട് കൊടുത്ത് നോക്കിയൊക്കെ ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യാൻ എനിക്കിഷ്ടം. ഇങ്ങനെ ചിരിയൊക്കെ ഞാൻ തന്നെ ഒരു പ്രത്യേക ക്രിയേഷൻ ഉണ്ടാക്കി. ഈ പല നടന്മാർക്കും അവർക്കേ ഡബ് ചെയ്യാൻ പറ്റും, വേറൊരാൾക്ക് ചെയ്യാൻ ഒക്കില്ല. പ്രസിദ്ധരായ പല നടന്മാർക്കും അവർക്ക് അവരുടെ ശബ്ദം കൊടുക്കാം, വേറൊരാളുടെ ശബ്ദം കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. അത് ഇത്രയും വർക്കുകൾ ചെയ്ത ഒരാൾ നേരെ ചെല്ലുന്നതിന് ഹ്യൂമർ ഇതാണ്, കാർട്ടൂണിലേക്കാണ് സിംഹത്തിന് ശബ്ദം കൊടുക്കുന്നത്, ഓരോ ജീവി. അതൊക്കെ എങ്ങനെയാണ് ദൈവം തന്ന ഒരു കഴിവാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ല, അതിൽ പരീക്ഷണം നടത്തി എങ്ങനെയായിരുന്നു? ഈ പറയുന്ന പോപ്പോയ ആയാലും ക്യാരക്ടർ കണ്ടപ്പോൾ തന്നെ എനിക്ക് പ്രത്യേക രീതിയിൽ ഇങ്ങനെ ചെയ്താൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നി. അല്ല, വർക്ക് എങ്ങനെ സാറിലേക്ക് വരുന്നത്? എങ്ങനെ അത് വന്നത്? എമി എന്ന് പറഞ്ഞിട്ടൊരു ഈ പ്രോജക്റ്റൊക്കെ എടുത്തുകൊണ്ട് അവരാണ്. അപ്പോൾ എന്നിൽ ഞാൻ അവരുടെ പടങ്ങൾ പലതും സീരിയൽ പലതും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞാൻ വോയിസൊക്കെ മാറ്റി പല ക്യാരക്ടേഴ്സും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ വിശ്വാസം തോന്നി അവർക്ക്. അപ്പോൾ എന്നൊക്കെ പറഞ്ഞു, ചേട്ടാ, എന്നെ ചേട്ടാന്ന് വിളിക്കുന്നത്, ചേട്ടാ ഈ പാപ്പായിക്ക് ചേട്ടൻ കൊണ്ട് കൊടുത്ത് നോക്കിയൊക്കെ ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യാൻ എനിക്കിഷ്ടം. ഇങ്ങനെ ചിരിയൊക്കെ ഞാൻ തന്നെ ഒരു പ്രത്യേക ക്രിയേഷൻ ഉണ്ടാക്കി. ഇത് നമ്മൾ സ്വയം ഒരു ക്രിയേഷൻ ഉണ്ടാക്കണം. അതുള്ളവർക്ക് ഈ ഡബ്ബിങ് പ്രൊഫഷൻ പറഞ്ഞിട്ടുള്ളൂ. അത് അവർക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഒരു തമാശ എന്താണെന്നോ, അതെങ്ങനെ ഇട്ടാൽ, എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്താൽ, എവിടെ അത് പ്രോംപ്റ്റായി അത് കറക്റ്റ് പ്ലേസിൽ ഇട്ടാൽ നന്നാവും എന്നൊക്കെ ഞാൻ ഈ പറഞ്ഞുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഈ ദിലീപും നാദിർ ഷായും കൂടെ അവിടെ ഡബ്ബിങ്ങിന് വേണം. അവർ വന്ന് ഞാൻ ഡബ്ബ് ചെയ്യുന്ന കണ്ടത്, ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു. നിങ്ങൾ സമ്മതിക്കണം, കാരണം തെലുങ്ക് ഡയലോഗ് വരും, നിങ്ങൾ മലയാളം പുലിപോലെ ഈ അതിൻ്റെ സിംഗിൽ പോകണല്ലോ, എങ്ങനെയാണ് ഇതെങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് പ്രാക്ടീസ് കൊണ്ടാണ്. ഹെഡ്ഫോണിൻ്റെ കേൾക്കുകയാണ്, ഞാൻ പിക്ചർ നോക്കാറില്ല. പിക്ചറല്ല നോക്കുന്നത്, ഹെഡ്ഫോണിൽ എവിടെ വോയിസ് സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ചിരിക്കുന്ന അവിടെയൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെക്കുക എൻ്റെ സ്ക്രിപ്റ്റിൽ. സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ അവരവിടെ ഒന്നും ചെയ്തിട്ട് ചെയ്യാൻ പറ്റാതെ പോയി. ഇത് കണ്ട് പേടിച്ചാണ്. കാരണം അവർക്ക് അവരുടെ ചെയ്യാൻ പറ്റും, വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിനകത്തുള്ള വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, ഈ പല നടന്മാർക്കും അവർക്കേ ഡബ് ചെയ്യാൻ പറ്റും, വേറൊരാൾക്ക് ചെയ്യാൻ ഒക്കില്ല. പ്രസിദ്ധരായ പല നടന്മാർക്കും അവർക്ക് അവരുടെ ശബ്ദം കൊടുക്കാം, വേറൊരാളുടെ ശബ്ദം കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവര് ടൈമിംഗ് ആണ്. ഞാൻ സംസാരിക്കുന്നതിനൊരു താളമുണ്ട്. നടനായിട്ട് വന്ന ഒരാൾ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്ന ചെറിയ കാര്യമല്ലല്ലോ. അല്ലല്ല, അവർ സംസാരിക്കുന്ന ഒരു താളമുണ്ട്, നമ്മൾ ആ താളത്തിലേക്ക് പോകണം. ഞാനിവിടെ പറഞ്ഞു കൊടുക്കുന്നത് അത് തന്നെയാണ്. നിങ്ങളുടെ സ്പീഡിൽ പോയാൽ ഒരിക്കലും ഡബ് ചെയ്യാൻ ഒക്കില്ല. ആദ്യം അവരുടെ താളം എന്താണെന്ന് മനസ്സിലാക്കുക. ആ താളത്തിലേക്ക് നമ്മൾ ഒത്തു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ സിങ്കാവും. അല്ലെങ്കിൽ ആ താളം മാറുമല്ലോ സാർ, ചിലപ്പോൾ വികാരപരമായിട്ട് പതുക്കെയാവും, സ്ലോ ചെയ്യും. അപ്പോൾ ആ സ്ലോ നമ്മൾ ഒരു പ്രാവശ്യം കാണുമ്പോൾ മനസ്സിലാക്കാം. എനിക്ക് വലിയ ഉള്ളതുകൊണ്ടായിരിക്കാം ഞാൻ പടം. വിഷമത്തിൻ്റെ സംഭവം എന്ന് പറഞ്ഞു എങ്ങനെയായിരിക്കും? ഒരു സീൻ കിട്ടുവാണ്, സങ്കടകരമായിട്ടുള്ള സീൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? മോളെ പറ്റി അച്ഛൻ അറിയാം, പക്ഷേ അച്ഛൻ്റെ വേദന നീ മനസ്സിലാക്കുന്നില്ല. മോള് എന്നെ വിട്ടു പോകരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. നമുക്ക് തന്നെ സങ്കടം വരുന്നത്. അത് നമ്മൾ അതെ, അപ്പം നമ്മൾ മനസ്സിനകത്തുള്ള ആ ഒരു കൺസീവ് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ജന്മസിദ്ധമായി ദൈവം എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ തന്ന ഒരു കഴിവ് തന്നെ. എങ്കിൽ വലിയ മറ്റുള്ള നടന്മാരെ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കാൻ ഇതെങ്ങനെ ചെയ്യണമെന്ന് സാറിനോട് ചോദിക്കാറുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ പേര് പറയില്ല. അറിയപ്പെടുന്ന നടന്മാർ ചോദിക്കാറുണ്ട്. ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. അഭിപ്രായം ചോദിച്ചെങ്കിലേ പറയൂ, അല്ലെങ്കിൽ ഞാൻ പറയില്ല. അതിങ്ങനെ ചെയ്താൽ കൊള്ളാമെന്ന് പറയുന്നത് എനിക്കറിയാം എനിക്കങ്ങനെ ചെയ്യണോ എന്ന് മറുപടി പറഞ്ഞാൽ ഞാൻ വിഡ്ഢിയാവും. അപ്പോൾ അതുകൊണ്ട് ചേട്ടാ അത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെ ചെയ്താൽ കൊള്ളാം, അതാണ് അതിൻ്റെ ഭംഗി. ഒന്ന് പറഞ്ഞേ നോക്കട്ടെ എന്നതാ ഇന്ന് ഇത് കുറച്ചുകൂടെ ഫീൽ ചെയ്ത് പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ പറയാറുണ്ട്. അത് കേൾക്കുന്നവരുണ്ട്. പിന്നെ പല ഡയറക്ടേഴ്സ് എന്നെ കൺസീൽ റൂമിൽ ഇരുത്തിയിട്ട് പോകും. കൺസോൾ റൂമിൽ എന്നെ കൊണ്ട് നിർത്തും. ചേട്ടൻ നോക്കിക്കൊണ്ട് ഞങ്ങളൊന്ന് പോയി ചെയ്താൽ. കാരണം എന്നെ വിശ്വാസമുണ്ട്, ഞാനിരുന്നാൽ കറക്റ്റായിരിക്കും എന്നുള്ള അറിയാം. ഞാൻ ഉഴപ്പാൻ സമ്മതിക്കില്ല. അത് ഞാൻ ഇവിടെ ഇരുന്നാലും ശരി, ഈ സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റും, ആരും പോരാ, അത് ചെയ്തേ പറ്റൂ എന്ന് ഞാൻ പറയും. അതിനകത്ത് എന്നോട് വിരോധം തോന്നിയാലും ശരി, നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ വന്നിട്ടില്ല, അതുകൊണ്ട് ഇന്നതുപോലെ ചെയ്തെങ്കിലേ നന്നാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക,
പിന്നെ അതിന് എന്നെ എടുത്ത് പറയരുത് എന്താ പറയുക, സർവകല വല്ലവനൊന്നും അല്ല എങ്കിലും ഇന്നതുപോലെ ചെയ്താൽ ഇന്നതാകുമെന്ന് എനിക്കറിയാം. അതെനിക്ക് കിട്ടിയ ഒരു കഴിവെന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുനാളും മുതൽ പല പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുമായിട്ട് അഭിനയിക്കാനൊരു അവസരം ഉണ്ടായി. നസീർ സാർ, സത്യം മാസ്റ്റർ മാത്രമല്ല, നാടകരംഗത്തും എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ടി.എൻ. ഗോവിന്ദനാഥൻ നായർ സാറ്, ജഗതി എൻ കെ ആചാര്യ സാറ്, പിന്നെ കൈനിക്കര കുമാരപിള്ള, കൈനിക്കര പത്മനാഭപിള്ള സാറ്, പിന്നെ കേശവദേവ് സാറ്, നാഗവള്ളി ആർ.എസ്. കുറുപ്പ് സാറ്, കെ.ജി. സേതുനാഥ്, പി.കെ. വിക്രമൻ നായർ സാറ്, പി.കെ. വേണുകുട്ടൻ നായർ സാറ്, ഇവരുടെയൊക്കെ ടി.ആർ. സുകുമാരൻ നായർ സാറ്, ഇവരുടെയൊക്കെ എന്താ പറയുന്നത് അഭിനയത്തിൻ്റെ കീഴിൽ എനിക്ക് അഭിനയിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞു. ഈ ജഗതി എൻ കെ ആചാര്യയുടെ പറഞ്ഞിട്ട് ചോദിക്കുക, ജഗതി ഡബിങ് ഇടുന്നുണ്ടോ? അദ്ദേഹത്തെ പരിചയമുണ്ട് എങ്ങനെയെങ്കിലും? അത് അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ഞാൻ ഡബ് തോളപ്പൂക്കൾ ഒരുപാട് പടങ്ങൾ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു നടനാണ്. പിന്നെ അദ്ദേഹം ഒരു നല്ല നടൻ്റെ മകനാണ്. ജഗതി എൻ കെ ആചാര്യ ഇയാളെക്കാൾ വലിയ നടനാണ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ. ജഗതി ശ്രീകുമാറിനേക്കാൾ വലിയ നടനാണ് ജഗതി എൻ കെ ആചാര്യൻ. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുകളാണ് ഈ കലാനിലയത്തിൽ കടമറ്റത്ത് കത്തനാരും ഇതൊക്കെ വന്നില്ല, ഡ്രാക്കുള അതൊക്കെ വന്നില്ല, രക്തരക്ഷസ്, പിന്നെ ഉമ്മണിത്തങ്ക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സംഗതിയാണ്. അദ്ദേഹമാണ് വേലു തമ്പി ദളവയും ഇതൊക്കെ സിനിമയാക്കിയത്. അല്ല, അദ്ദേഹത്തിന് ഡബ്ബിങ് നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? ജഗതി ശ്രീകുമാറിന്റെ കാര്യമുള്ളൂ, ഭംഗിയായിട്ട് പറയും, ഭംഗിയായിട്ട് ഒറ്റ ടേക്കിൽ പറയും. മാത്രമല്ല ഈ പിന്നെ എന്താ പറയുന്നത്, അഭിനയത്തെക്കാളുപരി ടേക്കിങ്ങിനേക്കാളുപരി ഡബ്ബിങ്ങിന് അദ്ദേഹം വേണ്ട കാര്യങ്ങൾ ഈ പൊടിയും തൊങ്ങലും ഒക്കെ ഇട്ട് ഭംഗിയാക്കാറുണ്ട്. ചില വോയിസുകൾ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അവിടെ വെച്ചാണ് കുറച്ച് പെർഫെക്ഷൻ വരുന്നത്. അത് ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അത് മറക്കാൻ നോക്കില്ല. അത് എല്ലാ നടന്മാർക്കും ഉണ്ടാവില്ല. ചിലർ അങ്ങനെ തട്ടുമ്പോൾ പൂച്ച പോലെ അത് തന്നെ പറഞ്ഞിട്ട് പോകും. ജഗതിയെ പോലുള്ള നടന്മാർ അങ്ങനെയല്ല, അതിന് ക്രിയേഷൻ ഉണ്ടാകും. ഒരു നടന് ഏറ്റവും കൂടുതൽ ആവശ്യം ക്രിയേഷനാണ്. തിരിഞ്ഞു പോകുമ്പോഴായിരിക്കും ചിലപ്പം ഒരു സാധനം അത് ചിലപ്പോൾ ഒറിജിനൽ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഒരു മൂടല് മതി ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കാൻ. ഒരാൾ നിന്നെ ഞാൻ കൊല്ലുവടാ എന്നൊരാൾ ഇറങ്ങിപ്പോയി എന്ന് ബാക്കി സാധനം കിട്ടി കഴിഞ്ഞാൽ അയാൾ മറ്റേ പറഞ്ഞിട്ട് പോയില്ല, അയാൾ വേറൊരു സാധനം പറ്റും. മനസ്സിലായില്ലേ? അത് ഒറിജിനൽ ഉണ്ടാവില്ല. അത് നമ്മൾ ഡബ്ബിങ്ങിലാണ് ഉണ്ടാക്കുന്നത്. ഡബ്ബിങ് ചില മൂടലുകളും ചില നോട്ടങ്ങളും വരുന്നില്ലേ ഡബ്ബിങ്ങിൽ, അവിടെയൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ഇട്ടുകൊടുത്താണ്. ചില ചെറിയ സാധനം ഇട്ടുകൊടുത്താൽ ഡബിൾ എഫക്റ്റായിട്ട് വരും. മനസ്സിലായില്ലേ? അത് ഞാൻ ചെയ്യാറുണ്ട്. ഒറിജിനൽ ഇല്ലെങ്കിൽ ഞാൻ ചെയ്തിടും. പിന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ അവർ കട്ട് ചെയ്യോട്ടെ. അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡബ്ബിംഗ് എന്ന് പറയുന്നത് ഇല്ലാത്തത് ഉണ്ടാക്കുന്നതാണ്. ഡബ്ബിങ് വെറും കോപ്പി ഇങ്ങനെ പറയുന്നതല്ല. അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഡബ്ബിങ് ആവില്ല. അത് കോപ്പി ചെയ്യുന്ന പോലെ ആയിരുന്നു.